തൃശൂർ മണ്ണുതിയിൽ ഒരു കവർച്ച. എടപ്പാൾ സ്വദേശിയുടെ പണമടങ്ങിയ ബാഗ് ഇന്നോവയിലെത്തിയ സംഘം കവർന്നുകൊണ്ടുപോയി. 75 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, 75 ലക്ഷം രൂപ അടങ്ങിയ ബാഗുമായിട്ട് ഇദ്ദേഹം എങ്ങോട്ട് പോവുകയായിരുന്നു? അത്രയധികം ക്യാഷുമായിട്ട് അലക്ഷ്യമായിട്ട് സഞ്ചരിക്കുകയായിരുന്നു. ഈ എടപ്പാൾ സ്വദേശിയായിട്ടുള്ള മുബാറക്ക് ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനാണ്. കുടുംബമായി അദ്ദേഹം അവിടെ താമസിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് ഇടപ്പാൾ KSFയിൽ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. ഈ ചിട്ടി കിട്ടിയ പണം അത് കാനറ ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ആ കാനറ ബാങ്കിൽ പണം പിൻവലിച്ചതിന് ശേഷം അദ്ദേഹം ഈ ബംഗളൂരുവിൽ നിന്ന് പിൻവലിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇടപ്പാളിലെ വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇന്ന് പുലർച്ചെ അദ്ദേഹം ഈ അറ്റ്ലറ്റ്സ് ട്രാവൽസിന്റെ ബസ്സിന് മണ്ണുത്തിയിലെത്തുന്നു. മണ്ണുത്തിയിലെത്തിയ ശേഷം ആ ചായ കുടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോകുന്ന സമയത്ത് ഈ ബാഗ് അവിടുത്തെ ഈ ചായക്കടയുടെ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഇദ്ദേഹം മൂത്രമൊഴിക്കുന്നതിന് വേണ്ടി തൊട്ടപ്പുറത്തേക്ക് മാറി. ഈ സമയത്താണ് ഈ തൊപ്പി ധരിച്ചെത്തിയ ആളുകൾ ഈ ബാഗ് എടുക്കുന്നത്. തൊട്ടു പിന്നാലെ ഇദ്ദേഹവും അവിടെ ഉണ്ടായിരുന്ന ആളുകളും ആ ബാഗ് തിരികെ വാങ്ങാനുള്ള ഒരു ശ്രമം നടത്തി, ഒരു പിടിവലിയൊക്കെ നടത്തി. പക്ഷേ ഈ ഗ്രേ കളർ ഇന്നോവയിൽ ഈ രണ്ടുപേർ കയറിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. ഇദ്ദേഹം ഈ അറ്റ്ലസ് ട്രാവൽസിന്റെ ഉടമയാണ്. ഇദ്ദേഹത്തെ കൂട്ടുന്നതിന് വേണ്ടി എടപ്പാളിൽ നിന്ന് വാഹനം വരുന്നുണ്ടായിരുന്നു. ഈ വാഹനം കാത്ത് ഇദ്ദേഹം നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനിടയിൽ ഒരു ചായ കുടിക്കാം എന്ന് കയറി തൊട്ടടുത്ത കടയിൽ കയറിയതാണ് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ ഗ്രേ കളർ കാറ് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഗ്രേ കളർ ഇന്നോവ എന്ന് മാത്രമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. 3900 എന്ന നമ്പർ മാത്രം നിലവിൽ ലഭിക്കുന്നു. ഒരു തരത്തിലുള്ള സൂചനകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇവരും അതായത് ഈ മുബാറക്കും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഈ വാഹനത്തെ പിന്തുടരാൻ ഒരു ശ്രമം നടത്തി. പുതുക്കാട് ഭാഗത്തേക്കാണ് ഈ വാഹനം പോയത്. പുതുക്കാട് വരെ ഇവർക്ക് പിന്തുടരാൻ സാധിച്ചു. അതിനുശേഷം ഈ വാഹനം എങ്ങോട്ടേക്ക് പോയി എന്ന് സംബന്ധിച്ച് ഒരു വിവരവുമില്ല. എന്തായാലും പോലീസ് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.